വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹി ഉസ്താദ്. വളരെ സന്തോഷകരമായ ഉസ്താദ്. ഉസ്താദ് ഇങ്ങനെ ഒരു ദർസ് ഞങ്ങൾക്ക് എടുത്തു തന്നതിൽ വളരെ നന്ദിയുണ്ട്. STVക്ക് ഉസ്താദിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ കടപ്പാടും കൂറുമുണ്ട്. പ്രത്യേകിച്ച് ഈ ചില ദിക്റുകളുടെയും ദുആകളുടെയും അർത്ഥം കൂടി ഉസ്താദ് പറയുമ്പോൾ ആ അർത്ഥത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ദുആ ചെല്ലാനും കൂടി ശ്രമിക്കുന്നു. ഉസ്താദിന് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഇനിയും ഇതുപോലെയുള്ള എത്രയോ ക്ലാസ്സുകൾ എടുക്കാൻ ഉസ്താദിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന നന്ദിയോടുകൂടി നേരത്തെ വായിച്ച ഇതില് കാലിന്റെ വിരലുകൾ വെക്കണം എന്ന് പറഞ്ഞു ഉസ്താദ്. അവിടെ ബത്നി അസാബി ഖദമൈഹി എന്നാണ് പറഞ്ഞത്. അസാബി എന്ന് ജംആക്കൈറ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ 5 5 10 വെക്കണം. ഇനി അഖലുൽ ജം പിടിക്കണോ എന്നറിയില്ല ഉസ്താദെ. അതിനു പുറമെ അസാബി എന്ന് ജംആക്കി കഴിഞ്ഞാൽ ബത്നി എന്ന് ആണോ പറയേണ്ടത്, ബുത്തൂന് എന്നാണോ ഉസ്താദ് നല്ലത്? ഇത് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈക്ക് എവിടോ പോയതാ. എങ്ങനെ ഇബാറത്ത് ബാത്തിനി അസ്വാബിഇ ഖദമൈഹി. കേൾക്കുന്നു. الواجب بعض الجبهة بعض الركبتين بعض بطن الكفين بعض باطن أصابع القدمين. അവിടെ ഇപ്പൊ എന്തേ പാലൂരിന് സംശയം വന്ന്? ബാത്തിനി അസാബിഇ ഖദമൈഹി, 2 കാലിന്റെ വിരലുകളിൽ നിന്ന് ബാലിനെ വെക്കുകയാണ്. എന്നാ എല്ലാ വിരലും കൂടി വെച്ചോളന്നില്ല തന്നെ, മനസ്സിലായില്ലേ? എല്ലാ വിരലും കൂടിയും വെക്കണം എന്നില്ലാന്ന്. അസാബി ഖദമൈഹി എന്ന് പറഞ്ഞാൽ 10 വിരലുണ്ട്. ആ 10 വിരലിൽ നിന്നിട്ട് 2ൽ നിന്നും ബാലിനെ വെക്കുക. അവിടെ പിന്നെ ഒരു ജമ്മാക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ബുത്തൂന് എന്ന് ജമ്മാക്കേണ്ട ആവശ്യമില്ല. ബത്തിന് എന്ന് പറയുന്ന മസ്തറല്ലേ, ഫായില് വതിനുള്ള മസ്തറിന് ജമ്മാക്കേണ്ട ആവശ്യമില്ല. അല്ല ഞാൻ തന്നെ ആ മായന കിട്ടും, മനസ്സിലായില്ലേ? ജമ്മാക്കാഞ്ഞാൽ തന്നെ ആ മായന കിട്ടും. പിന്നെ ബത്തിനെ ഇവാഫത്ത് ചെയ്ത അസാബിയിലേക്ക് കാണുകയെന്നുള്ളൂ. അപ്പൊ പിന്നെ ബുത്തൂന് ജമ്മാക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ആ അർത്ഥം അല്ലാതെ തന്നെ കിട്ടും. അപ്പൊ എല്ലാ വിരലിൽ നിന്നിട്ടും അല്പം വെക്കണം എന്നില്ല. ആകെ 2 കാലിന്റെ വിരലുകളിന്റെ പള്ളകളിൽ നിന്ന് അല്പം വെക്കുക എന്ന് പറഞ്ഞാൽ വലത്തെ കാലിന്റെ വിരലിന്റെ പള്ളയിൽ നിന്ന് കുറച്ചും ഇടത്തെ കാലിന്റെ പള്ളയിൽ നിന്ന് കുറച്ചും, അത്രേ ഉള്ളൂ. ആ ബഅദ് എന്ന് പറയുന്നത് ഒരു വിരലിന്റെ പള്ളയായാലും ഫർദ് വീടും എന്നർത്ഥം. ഓരോ കാലിലും കേട്ടോ, ഒരു വിരലിന്റെ പള്ളയിൽ നിന്നിട്ട് അല്പം വെച്ചാലും വീടും. പക്ഷെ കുത്തി വെച്ചാൽ വീടൂല, പള്ള തന്നെ വെക്കണം എന്നർത്ഥം.
അതിന്റെ ബയള വെക്കാൻ പറഞ്ഞതേ. ബയള് എന്ന് പറഞ്ഞാൽ ജമ്മുള്ള അസാബീൻ. ഓരോ സംശയം മനസ്സിലായില്ലേ? വെല്ലുകളൊക്കെ പാടെ കൂടുമ്പോ 10 ജാലൂര് അതിനെ ജമ്മാക്കിയതാണേ. ആ 10 നിന്നിട്ട് ബയള് വെക്കണം എന്ന്. ബയള് എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങള് ജമ്മാക്കിയിട്ടില്ലല്ലോ, നിങ്ങളല്ലേ ജമ്മാക്കാന്ന്. കുറച്ച് ചെറു മതി. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. സാറേ, സുജൂദിൽ നമ്മൾ കൈ വെക്കുമ്പോൾ മുൻകൈയിന്റെ പള്ള വെക്കണോ അല്ലെങ്കിൽ മുൻകൈയിന്റെ വിരലുകളുടെ പള്ള വെച്ചാൽ മതിയോ? വിരലുമ്മൽ എന്തെങ്കിലും മുറി പറ്റിയിട്ട് എന്തെങ്കിലും ചുറ്റി അത് ടൈമും ചെയ്താണെങ്കിൽ അത് പ്രശ്നമുണ്ടോ? അതിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും. ഏതെങ്കിലും ഒന്ന് വെച്ചാൽ മതി. ഫുള്ള് വെച്ചോളന്നില്ല. ഫുള്ള് വെക്കാൻ പറ്റുമെങ്കിൽ സുന്നത്താണ്. അതായത് മുങ്കയ്യന്റെ പള്ളയും വിരലുകളുടെ പള്ളയും ഒന്നിച്ചു വെക്കാൻ കഴിയുമെങ്കിൽ ഒന്നിച്ചു വെക്കാം, നല്ലതാണ്, സുന്നത്താണ്. അതേ സമയത്ത് രണ്ടാലൊന്ന് വെച്ചാലും ഫർദ് വീടും. എന്ന് പറഞ്ഞാൽ വിരലിന്റെ പള്ള വെക്കാതെ വെറും ഉള്ളം കയ്യിന്റെ പള്ള മാത്രം വെച്ചാലും മതി. അതല്ലെങ്കിൽ ഉള്ളം കൈ വെക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉള്ളം കൈ വെക്കാതെ വിരലിന്റെ പള്ള വെച്ചാലും മതി. അതും തന്നെ മുഴുവനായി വെക്കൽ സുന്നത്തേ ഉള്ളൂ. കുറച്ച് ഭാഗം വെച്ചാലും ഫർദ് വീടും. മനസ്സിലായില്ലേ? ഇപ്പൊ 1 or 2 വിരല് വെക്കാൻ വയ്യ പറഞ്ഞേക്ക്, അതിനെന്തോ മുറിയോ മറ്റോ പറ്റിയിട്ട് വെക്കാൻ വയ്യ, ബാക്കി ഭാഗം വെച്ചാൽ ഫർദ് വീടും. ഇനി തീരെ വിരല് വെക്കാതെ ഉള്ളം കൈ മാത്രം വെച്ചാലും ഫർദ് വീടും. ഇനി ഉള്ളം കൈ തീരെ വെക്കാൻ പറ്റാത്തത് കൊണ്ട് വിരലിന്റെ പള്ള വെച്ചാലും വീടും. മനസ്സിലായില്ല? അത് ഏതെങ്കിലും ഒന്ന് വെക്കലേ ഫർദുള്ളൂ. സുന്നത്ത് മുഴുവൻ വെക്കല് തന്നെ. ഓക്കെ. മറ്റാളെടുക്കാത്തതുകൊണ്ട് റുക്കൂന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം ഉസ്താദെ നമ്മളെ ചെരുപ്പടിക്കാലല്ല ആദ്യം വരിക, ഇത് പിന്നെ എങ്ങനെ മാറ്റിവെക്കലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. അത് പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? നിലത്ത് ചവിട്ടി നിന്നിട്ടാണല്ലോ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം പറയേണ്ടതില്ല. പിന്നെ നമ്മൾ മുകളിൽ നിന്ന് നൃത്തത്തിൽ നിന്ന് താഴെലോട്ട് സുജൂദിലേക്ക് വരുമ്പോൾ നാം ബോധപൂർവം വെക്കുന്നത് കൈമുട്ടും കാൽമുട്ടും ഉള്ളം കൈയും നെറ്റിയും മുക്കുവാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. മറ്റ് പറയേണ്ടതില്ലല്ലോ എന്ന നിലക്ക് ഇമാമിങ്ങൾ പറയാതിരുന്ന. കാരണം അത് പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം തന്നെ നമ്മൾ നിൽക്കണത് എങ്ങനെയാണ്? നിലത്ത് ചവിട്ടിക്കാണ്ടാണല്ലോ നിൽക്കണത്. അത് നിലത്തുനിന്ന് പൊന്തിക്കാണ്ട് സുജൂദ് ചെയ്യാൻ കഴിയൂലല്ലോ. അപ്പൊ അതൊരു പറയേണ്ട ആവശ്യം ഇല്ല. അപ്പൊ കാലിൽ ചവിട്ടി നിൽക്കുന്ന വ്യക്തി സുജൂദ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ആ കാലിന്റെ വിരലുകളുടെ പള്ള വെച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുക. അത് പറയേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് നൃത്തത്തിൽ നിന്നിട്ടാണല്ലോ നമ്മൾ സുജൂദിലേക്ക് പോകുന്നത്. ആ സുജൂദിലേക്ക് പോകുമ്പോൾ നാം ബോധപൂർവം വെക്കുന്ന 3 ഭാഗങ്ങളാണ്. 1 കാൽമുട്ട്, 2 കൈവെള്ള, 3 നെറ്റി. ഇതിനാണ് ക്രമം പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് മറ്റേത് പറയാതെ തന്നെ മനസ്സിലാവും. ആദ്യം വെക്കേണ്ടത് കാലിന്റെ വിരലുകളുടെ പള്ളയാണ്. എന്നാൽ അത് നിലത്ത് ചവിട്ടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ്. പിന്നെ പുറത്ത് നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന അവയവങ്ങൾ 3. അതിൽ ക്രമം പറഞ്ഞു. ആദ്യം കാൽമുട്ട് വെക്കുക, പിന്നീട് കൈവെള്ള വെക്കുക, പിന്നീട് നെറ്റിമുക്ക് വെക്കുക. അങ്ങനെ പറഞ്ഞു. മറ്റേതിനെതിരല്ല. ഇത് ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ടാണ് ആദ്യം കാലിന്റെ എന്തെന്നെയാണ് വെക്കുന്നത്? വിരലുകൾ തന്നെയാണ് ആദ്യം വെക്കുന്നത്. പക്ഷെ രണ്ടാമത് നമ്മൾ ബോധപൂർവം വെക്കുന്നത് കാൽമുട്ടായിരിക്കുക, പിന്നീട് കൈവെള്ളയായിരിക്കുക, പിന്നെ നെറ്റിമുക്കുമായിരിക്കും. ഓക്കെ. കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു ഉസ്താദ്. പിന്നെ ഉസ്താദ്, എനിക്ക് ഇത് ഈ വിഷയമായിട്ടല്ല, മസ്ജിദുൽ ഖിബ്ലത്തൈൻ, നമ്മളെ മദീനയിലുള്ള ഖിബ്ലത്തൈനില് അവിടെ ഖിബ്ല മാറ്റം നടന്നത് അത് ളുഹർ നിസ്കാരത്തിലാണോ അതോ അസ്ർ നിസ്കാരത്തിലാണോ എന്നാണ് സംശയം. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗ്രൂപ്പിൽ പോയപ്പോ, ഗ്രൂപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, 2 അമീറന്മാർ മാറിക്കയറി ഒരു ബസ് തന്നെ. അങ്ങനെ ആദ്യം ഒരാൾ പറഞ്ഞത് അസറാണ്, അസർ നിസ്കാരത്തിലാണ് ഖിബ്ല മാറ്റം നടന്നത്.
പിന്നെ രണ്ടാമത് ആരും കേൾത്താൻ ആൾക്കാരുടെ ഒരാളുണ്ട്. അപ്പൊ അതിന്റെ വിഷയം തരുന്നത് നന്നായിരുന്നു. ഞാനൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കണം ഉസ്താദെ, ദുആ ചെയ്യണമെന്ന് എല്ലാവരോടും ഉസ്താദോട് പ്രത്യേകം ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറായ ഒരു ജോലി എളുപ്പമാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വന്തം ജീവിക്കാനും കുടുംബം പോറ്റാനും ഖൈറായ കാര്യത്തിനും ഒക്കെ സഹായകമാവുന്ന നിലക്ക് ഹലാലായ ഖൈറും ബറക്കത്തുമുള്ള ഒരു ജോലി അല്ലാഹു തആല എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി തരുമാറാകട്ടെ. അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ടും ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ തങ്ങളുടെ കറാമത്ത് കൊണ്ടും മറ്റ് മഹാന്മാരുടെ ഒക്കെ ബറക്കത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയും നല്ല ഖൈറുള്ള ബറക്കത്തുള്ള ഒരു ജോലി അല്ലാഹു തആല എളുപ്പമാക്കി തരുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട ബനു സാലിം ഇബ്നു ഔഫ് എന്ന് പറയുന്ന അൻസാരികളുടെ ചെറിയൊരു നിസ്കാരപ്പള്ളിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ബഹുമാനപ്പെട്ട അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി ഷഹീദായ അദ്ദേഹത്തിന്റെ മാതാവിനെ സന്ദർശിക്കാനും സമാധാനിപ്പിക്കാനും വേണ്ടി പോയതായിരുന്നു ഉച്ചക്ക് മുമ്പ്. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്ക് അടുത്ത അയൽവാസികളായ സഹാബികളൊക്കെ നിബിതങ്ങൾ വന്നു എന്ന് കേട്ടപ്പോൾ ആ വീട്ടിൽ ഒരുമിച്ച് കൂടി. അപ്പൊ ആ വീട്ടുകാർ സ്വാഭാവികമായും നിബിതങ്ങൾ വന്നതല്ലേ, ഭക്ഷണം കഴിഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ എന്ന് നിർബന്ധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ തൃപ്തിക്ക് സന്തോഷത്തിന് വേണ്ടി ആ സൽക്കാരം സ്വീകരിച്ചു. അങ്ങനെ ളുഹർ ബാങ്ക് വിളിച്ചു. ളുഹർ ബാങ്ക് വിളിച്ചപ്പോ അവര് സാധാരണ നിസ്കരിക്കുന്ന ചെറിയൊരു നിസ്കാര പള്ളിയുണ്ട്. ജുമാക്ക് എല്ലാവരും മദീനത്തെ പള്ളിയിൽ പോവും. മറ്റേ അസൗകര്യമുള്ളവരും വയസ്സായ ആളുകളും രോഗികൾ പോലത്തവരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നിസ്കാര പള്ളികളാണ്. ഇത് അങ്ങനത്തെ നിസ്കാര പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്ന് 2 റക്അത്ത് ളുഹർ നിസ്കരിച്ച സമയത്താണ് ഖിബ്ല മാറിക്കൊണ്ടുള്ള ആയത്തിറങ്ങുന്നത്. അപ്പോ അവിടുന്ന് തിരിഞ്ഞ് കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് കയറി നിന്ന് സഹാബത്ത് പിന്നിലേക്ക് മാറി നിന്ന് ബാക്കി 2 റക്അത്ത് നിസ്കരിച്ചു. ഇങ്ങനെ ഖുർആൻ ഇറങ്ങിയതും ഖിബ്ലത്തൈനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൗതി മസ്ജിദുൽ അഖ്സയിലേക്കും പൗതി കഅബ ഷരീഫിലേക്കും തിരിഞ്ഞ് നിസ്കരിച്ചത് ളുഹറിനാണ്. എന്നാൽ ഒരു നിസ്കാരം ഖിബ്ല മാറ്റിയതിനു ശേഷം ആദ്യമായി ഒരു പൂർണ്ണമായ നിസ്കാരം നിർവഹിച്ചത് അസറിനാണ്. അത് മസ്ജിദുൻ നബവിയിൽ വെച്ചാണ്. അപ്പൊ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ വെച്ച് പൂർണ്ണമായി ഒരു നിസ്കാരം ആദ്യമായി കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചത് അസറിനാണ്. എന്നാൽ ആയത്തിറങ്ങിയതും പകുതി ഭാഗം മസ്ജിദുൽ അഖ്സയിലേക്കും ബാക്കി പകുതി ഭാഗം കഅബ ഷരീഫിലേക്കും തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചത് ളുഹറിനും ആണ്. അപ്പൊ ആയത്തിറങ്ങിയത് ളുഹറിന്റെ സമയത്താണ്. 2 ഖിബ്ലകളിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചത് ളുഹറിനാണ്. എന്നാൽ പൂർണ്ണമായ ഒരു നിസ്കാരം ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചത് മസ്ജിദ് നബവിയിൽ വെച്ചാണ്. അത് അസർ നിസ്കാരാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എടുക്കുന്നില്ല ഉസ്താദ്, അതുകൊണ്ട് അടുത്താണ് ഉസ്താദിന്റെ ചോദ്യം. ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ വിട്ടുപോയി, ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് ഇപ്പം ചോദിച്ചിട്ടില്ല. ഈ തഖ്സീസുൻ നഫ്സ് ഇമാമിന് കറാത്താണ്. അപ്പൊ കുനൂത്തില് ഒരു ഇമാമ് അങ്ങനെ ഒരു ഒറ്റക്ക് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈതി എന്ന് പറഞ്ഞ് ഓതിപ്പോയി. അവിടെ ഹദീസിൽ വന്ന ദുആവും കൂടിയാണ്. ആ നിലക്ക് ഇമാമ് മൗമിങ്ങൾ ആ തഖ്സീസുൻ നഫ്സിന്റെ ദുആ എനിക്ക് ആമീൻ പറയണോ, അല്ല ഇമാമ് മൗമിങ്ങൾ സ്വന്തമായി വേറെ കുനൂത്ത് ഓതണോ, എന്താണ് വേണ്ടെന്ന് അറിയാനാണ്. ഇന്നത്തെ കൂടി ചോദ്യമുണ്ട്, പിന്നീട് ചോദിക്കും. മൈക്കോട്ട്. അസ്സലാമു അലൈക്കും.
സുഹരി മൈക്ക് ഇട്ട് നോക്കുമ്പോ ഒച്ചയില്ലാത്ത ഒരാൾ മൈക്കിൽ ചാടി കയറിയതാണ്. ചെയ്തേനെ തെറ്റ്. ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞിട്ടല്ലാതെ മൈക്ക് കയറാൻ പാടില്ല. എന്നാ കേറിയിട്ട് അയാൾക്ക് ശബ്ദം ഉണ്ടോ? ആട്ടില്ലാണോ? അഡ്മിന്മാരൊക്കെ കിടന്നുറങ്ങാൻ പോയതോ അതോ ചോറ് കഴിക്കാൻ പോയതോ അല്ലാഹു റസൂലും ആയാലും. ഏതായാലും ഇമാമ് സ്വന്തം നഫ്സിനെ മാത്രം ദുആ ചെയ്താൽ ഖറാത്താണ്. അങ്ങനെ ഇമാമ് ദുആ ചെയ്യുമ്പോൾ മൗമൂമിങ്ങൾ ആമീൻ പറയേണ്ടതില്ല. അവര് സ്വന്തമായിട്ട് ഓതുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഖുനൂത്തിലെ ഇമാമ് മൗമൂമിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ബഹുവചനമായിട്ട് ദുആ ചെയ്യൽ സുന്നത്താണ്. മൗമൂമിങ്ങളെ ഉൾപ്പെടുത്താതെ സ്വന്തം നഫ്സിന് വേണ്ടി മാത്രം ദുആ ചെയ്യൽ കറാഹത്താണ്. അങ്ങനെ ഇമാമ് സ്വന്തം നഫ്സിന് വേണ്ടി മാത്രം ദുആ ചെയ്യുമ്പോൾ കേൾക്കുന്ന മൗമൂമിങ്ങൾ അതിന് ആമീൻ പറയൽ സുന്നത്തില്ല. മറിച്ച് അവർ ഖാസായി അവർക്ക് വേണ്ടി വേറെ ദുആ ചെയ്താൽ മതി. ഓക്കെ. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഇതിപ്പോ സംഗതിയിൽ യു എയിലുള്ളവർ മാത്രം അപ്പൊ നോക്കാനെന്ന് തോന്നുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ അവിടെ പോയി. ഇവിടെ വാങ്ങി കൊടുത്തോട് നിസ്കാരം ടൈമായി ചെയ്തേ. ആൾക്കാരിങ്ങനെ മൈക്കിലേക്ക് ചാടുമ്പോൾ റോട്ടിടാൻ ആളില്ലേ? ഉസ്താദേ, എനിക്കുള്ള ചോദ്യം, നിസ്കാരത്തിന് ഇപ്പൊ സുജൂദില് കാൽമുട്ടുകൾ വെക്കുന്നതിന്റെ അകലം പറഞ്ഞു ഞാൻ കേട്ടില്ല. ഞാൻ ക്ലാസ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷമാണ് ക്ലാസ്സിൽ എത്തിയത്. പുറത്തേന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാൽമുട്ട് വെക്കുന്നതിന്റെ അകലം എത്രയാണെന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് രാത്രി ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ സമയം 3:30 നാട്ടിലേക്ക് പുറപ്പെടാണ്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. യാത്രയും മറ്റൊക്കെ ഖൈറിലാകാൻ വേണ്ടിയിട്ട്. നാട്ടിൽ ചെന്നിട്ട് കുറെ പദ്ധതികളൊക്കെ ഉണ്ടാക്കാൻ നല്ല നിലയിൽ പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ഉസ്താദ് ദുആ ചെയ്യണം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രയൊക്കെ സന്തോഷത്തിലും റാഹത്തിലും ഖൈറിലും ബർക്കത്തിലും ആക്കുമാറാകട്ടെ. കുടുംബത്തിലൊക്കെ ചെന്ന് നല്ല സന്തോഷത്തിൽ റാഹത്തിൽ കൂടി ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു തആല പൂർത്തിയാക്കി സന്തോഷവും റാഹത്തും നൽകുമാറാകട്ടെ. കീശേരിപ്പതിന്റെ ഒരു വല്യാപ്പയോലെ ഇങ്ങനെ നോക്കി കൊണ്ടിടക്കണ ഒരു മനുഷ്യനാ കീശേരി. നാട്ടിൽ പോയാലിഞ്ഞിപ്പോ അതിന് ആരാപ്പ ആ കോലത്തിൽ നോക്കി കൊണ്ടിടക്കാന്ന് പഠിച്ചവനെ അറിയുള്ളൂ. മനസ്സിലായില്ലേ? ആരെങ്കിലും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എല്ലാരും ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ മനുഷ്യന്മാരെല്ലാരും കണക്കാ പല ഷോലും ഉണ്ടാവൂലേ. അപ്പോ കുറച്ചാളുകൾ ഒരേ സമയത്ത് എല്ലാവർക്കും സാധിക്കൂലെങ്കിലും ചില സമയങ്ങൾ ഡിവൈഡ് ചെയ്തുകൊണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതിരുന്നാൽ ചിലപ്പോ താകെ നാഥനില്ലാ കളരിയാകുന്ന അവസ്ഥ വരാൻ പാടില്ല. അങ്ങനെ വരൂല ഇൻഷാ അല്ലാഹ്. ഒരുപാട് അഡ്മിന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഏതായാലും കീശേരിയുടെ ഹൈറായ ഉദ്ദേശങ്ങളും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. യാത്രയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലും ഹൈറിലും ബർക്കത്തിലുമാക്കുമാറാകട്ടെ. എല്ലാ നിലക്കുള്ള ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കാല് വെക്കണത് പറഞ്ഞു, കാലിന്റെ മുട്ട് വെക്കണവും പറഞ്ഞു. ഒരു ചാണകലം പരമാവധി വരിക, 4 വിരലിൽ കുറയാതിരിക്കുക. അങ്ങനെയാണ് അതിന്റെ സുന്നത്ത് പറഞ്ഞത്. ഓക്കെ. അസ്സലാമു അലൈക്കും. സാർ മൈക്ക് എടുക്കായിട്ട് എടുത്താണ്. സാർ ഒരു അർജന്റ് ഒരു സംശയം ഉണ്ടായിരുന്നു. നമുക്കിപ്പോ രാത്രിയോ അല്ലെങ്കിൽ ഒരു ജനാപത്തുള്ള ഒരാൾക്ക് ആ ജനാപത്ത് ഉണ്ട് എന്നുള്ളത് മറന്നുപോയി. നമ്മളിപ്പോ നഖം വെട്ടേ മുടി മുറുക്കുകയോ ചെയ്തു പോയി മറന്നു. അത് ആ മുടിയോ നഖോ നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത് ഒന്ന് കുഴിച്ചിട്ടേ അല്ലെങ്കിൽ ബാർബർ ഷോപ്പിലായി പോവുകയും ചെയ്ത് നമ്മൾ അതിനെന്താ പ്രായാച്ചിത്തം ചെയ്യുക? നമ്മൾ കുളിക്കുമ്പോൾ അത് ഓർമ്മ ആയാൽ അതിനെന്താ പ്രായാച്ചിത്തം ചെയ്യേണ്ടി? അതൊന്നും അറിയാൻ വേണ്ടി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഒന്നും ചെയ്യേണ്ടതില്ല, ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ജനാപത്തുള്ള ഒരു മനുഷ്യൻ മനഃപൂർവം ഓർമ്മയോട് കൂടി കുളിക്കുന്നതിന് മുമ്പ് നഖം മുറിക്കുക,
മുടി നീക്കുക പോലത്തത് കറാഹത്താണ്. മനസ്സിലായില്ലേ? മനഃപൂർവ്വം അത് ചെയ്യാതിരിക്കുക. ചെയ്താൽ അതിന്റെ വിധി കറാഹത്ത് എന്നാണ്, നല്ലതല്ല എന്നാ പറഞ്ഞതിനർത്ഥം. അതേ സമയത്ത് ഓർമ്മയില്ലാതെ ചെയ്താൽ കറാഹത്തിന്റെ പ്രശ്നം ഒന്നും വരൂല. അതാ പറഞ്ഞു, ഓർമ്മയില്ലാതെ ജനാപത്തുകാരനാണ് അല്ലെങ്കിൽ ഹൈലുണ്ടായിരുന്ന പെണ്ണ് കുളിച്ചിട്ടില്ല എന്ന കാര്യം ഓർമ്മയില്ലാതെ സംഭവിച്ചാൽ മുടി മുറിക്കുകയോ നഖം മുറിക്കുകയോ പോലത്തെ ഏത് കാര്യം ചെയ്താലും ഒരു കുഴപ്പമില്ല. അതിനു വേണ്ടിയിട്ട് ഒരു പ്രായശ്ചിത്വവും ചെയ്യേണ്ടതില്ല. ഇനി അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമാവുമ്പോ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ കറാഹത്താണല്ലോ. കറാഹത്ത് കാരണം ഉത്തമമല്ല, ഉപേക്ഷിക്കലാണ് നല്ലത് എന്നതാണ്. അപ്പോ ഓർമ്മ ഉണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം മാത്രം നഖം മുറിക്കുക, അതുപോലെ തന്നെ മുടി നീക്കുക പോലത്തെ കാര്യങ്ങളെ ചെയ്യാവൂ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് നല്ലതല്ല. ഇനി ഒരാൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്താലും ഹറാമല്ല, അതിന് പ്രായശ്ചിത്വം ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് നന്നല്ല, കറാഹത്താണ്. അറിയാതെ സംഭവിച്ചാൽ അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട, ഒരു കുഴപ്പമില്ല, കറാഹത്തുമില്ല, ഹറാമുമില്ല, ഒന്നുമില്ല. ല്ലേ? അപ്പൊ പ്രായശ്ചിത്തം ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഏതായാലും ഉറപ്പാണ്. മനഃപൂർവ്വം ആണെങ്കിലും വേണ്ട, അല്ലെങ്കിലും വേണ്ട. പക്ഷെ മനഃപൂർവ്വം ആകുമ്പോൾ കറാഹത്തുണ്ട്, മനഃപൂർവ്വം അല്ലാതിരുന്നാൽ കറാഹത്തും ഇല്ല, യാതൊരു കുഴപ്പമില്ല. ഓക്കെ. അസ്സലാമു ഉസ്താദെ, ജുമാന്റെ മുമ്പുള്ള റവാത്തിബ് നിസ്കാരം അതുപോലെ ശേഷമുള്ളത്, അവിടെ നിയത്ത് വെക്കുമ്പോൾ ജുമാന്റെ മുമ്പെന്നോ അല്ല ദുഹറിന്റെ മുമ്പെന്നോ, ദുഹറിന്റെ ശേഷമാണെന്നോ ജുമാന്റെ ശേഷമാണെന്നോ, എന്താണ് നിയത്ത് വെക്കേണ്ടതെന്നു ഉസ്താദെ. പിന്നൊരു വിഷയം, ഈ 8 മാസത്തിലുള്ള ചെറിയ കുട്ടിയാണ്, ആൺകുട്ടി. ആൺകുട്ടിയോട് ഉമ്മ ദക്കറിനെ തൊട്ടാൽ ഉദു മുറിയുമെന്നല്ലേ? എന്നാൽ കൈയല്ലാത്ത സ്ഥലത്തേക്ക് ആ ദക്കർ മുട്ടിയാലോ ഉദു മുറിയുമോ എന്നാണ് ഉസ്താദെ. ആ, 2 ചോദ്യം ചോദിച്ചാ ഒന്ന് ഓർമ്മ ഉണ്ടെങ്കിലേ പറയാൻ കഴിയുള്ളൂ. ആൺകുട്ടികളുടെ ഗുഹ്യസ്ഥാനം കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് ഉമ്മാക്ക് ഉളു ഉണ്ടെങ്കിൽ മറയില്ലാതെ മുങ്കയ്യിന്റെ പള്ള കൊണ്ട് തൊട്ടാവുന്ന മുറി. മുങ്കയ്യിന്റെ പള്ള തന്നെ മറയുണ്ടെങ്കിൽ ഉളു മുറിയില്ല. മുങ്കയ്യിന്റെ പള്ളയല്ലാത്ത ശരീരത്തിന്റെ ഏത് ഭാഗത്ത് തൊട്ടാലും ഉളു മുറിയില്ല. മനസ്സിലായില്ലേ? ചോദ്യത്തിൽ പറഞ്ഞതുപോലെ മുങ്കയ്യിന്റെ പള്ളയല്ലാത്ത വേറെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് കുഞ്ഞിന്റെ ഗുഹ്യസ്ഥാനം തട്ടാൽ അതുകൊണ്ട് ഉദൂരിയില്ല. അത് കുഞ്ഞിന്റെ എന്നല്ല, വലിയവരുതാണെങ്കിലും അങ്ങനെ തന്നെ. മുങ്കയ്യിന്റെ പള്ള കൊണ്ട് തൊട്ടെങ്കിൽ മാത്രമേ ഉദൂ മുറിയുകയുള്ളൂ. ഒന്ന്. പിന്നെന്തേ ഒന്നാമത്തെ ചോദ്യം തന്നെ? നിയ്യത്തോ? ജുമാന്റെ സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത്. അത് ശരി. അത് ളുഹറിന്റെ സുന്നത്ത് നല്ല നിയ്യത്ത് ചെയ്യേണ്ടത്, മറിച്ച് ജുമയുടെ മുമ്പുള്ളത് ശേഷമുള്ളത് എന്ന നിലക്ക് തന്നെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. മനസ്സിലായില്ല? വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ ളുഹറാണെങ്കിലും വെള്ളിയാഴ്ച ദിവസം നാട്ടുകാരായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള പുരുഷന്മാർക്ക് ജുമയാണ് ഫർളാകുന്നത്. ജുമാക്ക് മുമ്പും പിമ്പും സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ട്. ളുഹറിന്റെ മുമ്പും പിമ്പും സുന്നത്ത് നിസ്കാരങ്ങൾ ഉള്ളത് പോലെ 4 റക്അത്ത് വീതം മുമ്പും 4 റക്അത്ത് വീതം ശേഷവും സുന്നത്തുണ്ട്. അതിൽ രണ്ടും മുഅക്കദും മറ്റേ രണ്ടും ഗൈറു മുഅക്കദുമാണ്. അപ്പൊ അവിടെ നിയ്യത്ത് ചെയ്യേണ്ടത് ജുമായുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം എന്നും ജുമായുടെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം എന്നും തന്നെയാവുന്നു, ളുഹറിന്റെ എന്നല്ല. കാരണം വെള്ളിയാഴ്ച ളുഹർ അല്ലല്ലോ, ജുമയാണല്ലോ. ളുഹറിന്റെ വഖത്തിലാണെങ്കിലും ളുഹറല്ല, ജുമയാണ്.
ഉസ്താദ് അസ്സലാമു അലൈക്കും. നേരത്തെ തന്നെ ഒരു ഉപചോദ്യം ഉണ്ടായി ഉസ്താദെ, മൈക്ക് കിട്ടായിട്ടാണ്. അപ്പോ ഉസ്താദെ അപ്പൊ നമ്മൾ പറയണ്ടല്ലോ ജനാപത്തുള്ളപ്പോ ഒരേ മുടി നീങ്ങിയാൽ അതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും എന്ന് പറയണ്ടല്ലോ. പെട്ടെന്ന് ജനാപത്ത് കുളിക്കണം, ഒരു മുടിയെ പോയാൽ നമ്മൾ അതിന് സമാധാനം പറയേണ്ടി വരും. അതിന്റെ ഒരു അടിസ്ഥാനം ഉണ്ട്. അതന്നെ ഈ കറാഹത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അബീബേ. കറാഹത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ നാളെ അള്ളാഹു തആല പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. അള്ളാഹു തആല ചോദ്യം ചെയ്യും, എന്തുകൊണ്ട് നീ അങ്ങനെ ജനാപത്തുള്ളതോട് കൂടി മനഃപൂർവം ശുദ്ധിയാക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നീ നഖം മുറിച്ചു, നീ എന്തുകൊണ്ട് മനഃപൂർവം നൊടി നീക്കി എന്നിങ്ങനെ ചോദ്യം ചെയ്യപ്പെടും എന്നാണ്. അത് പക്ഷേ മനഃപൂർവമാണെങ്കിലേ ഉള്ളൂ, ഓർമ്മയില്ലാതെയാണെങ്കിൽ ആ ചോദ്യം ചെയ്യൽ വരില്ല. അതുകൊണ്ടാണ് മനഃപൂർവം അല്ലെങ്കിൽ കറാത്തില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ സംഗതി നിങ്ങളാ പറഞ്ഞത് തെറ്റല്ല, ശരി തന്നെ. അള്ളാഹു തആലയോട് നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല നമ്മളോട് ചോദിക്കൂന്ന്. പരലോകത്ത് ഹറാമ് ചെയ്താലാണ് അള്ളാഹു തആല പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നമ്മൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ നരകത്ത് പോകേണ്ട ഒരു ശിക്ഷ ഉണ്ടാവും. കറാഹത്ത് ചെയ്താൽ അങ്ങനെ നരകത്തിൽ പോകേണ്ടി വരൂല അറിഞ്ഞിട്ടില്ല. മഹ്ശറ വൻസഭയിൽ അതിഗുരുതരമായ ആ പ്രയാസത്തിന്റെ സമയത്ത് വളരെയേറെ ഞെരുക്കങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ഭയാനകമായ ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞതിന് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വിചാരണ ചെയ്യപ്പെടും, നമ്മൾ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം കറാഹത്താണ് എന്നാ. അത് മനഃപൂർവ്വമാണെങ്കിലാണ് കറാഹത്ത് എന്നത്. ഓർമ്മയില്ലാതെയോ അബദ്ധത്തിലോ ഒക്കെ സംഭവിച്ചു പോയാൽ കറാഹത്ത് വരൂല. ഓക്കെ. അസ്സലാമലൈക്കും. അഡ്മിന്മാരൊന്നുകൊണ്ട് ശ്രീ സാബിത്തൊന്നും മൈക്ക് വേണ്ട, കയ്യും പൊക്കിയോടെ വെറുതെ അവരൊക്കെ താത്തറക്ക. ഉസ്താദ് നമസ്കാരിക്കുന്ന സമയത്ത് ചിലപ്പം 4 റക്അത്തുള്ള നിസ്കാരത്തിൽ അറിയാണ്ട് അത്തഹിയാത്ത് ചിലപ്പോൾ ഓതിപ്പോവും. ആ അത്തഹിയാത്ത് ഓതിപ്പോവുകയാണെങ്കിൽ അതിന് മറവിയുടെ സുജൂദിന്റെ ആവശ്യമുണ്ടോ? അതുപോലെ ചിലപ്പോൾ ഫാത്തിഹയുടെ ഭാഗത്ത് കയറി അത്തഹിയാത്ത് ഓതുന്ന ഒരു പതിവ് ചില സമയത്ത് എനിക്കും ഉണ്ടാകാറുണ്ട്. രണ്ടാമതായിട്ട് ചെറിയ കുന്തിരിക്കം എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഹദീസിൽ വല്ല ഉണ്ടോ? അതിന്റെ ഉപയോഗം ശൈത്താനെ ഓടിക്കുന്നതിൽ അതിൽ വല്ല പങ്കുണ്ടോ എന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കഴിയുന്നതും ഒരു ചോദ്യത്തിൽ ഒതുക്കാൻ ശ്രമിക്കാം. ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, നിങ്ങളെ രണ്ടാം ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കും. എനിക്ക് ഒന്നാമത്തെ ചോദ്യം ഓർമ്മ വിട്ടുപോകും. അത് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും പലരും അത് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടാകുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ശ്രദ്ധ ഒപ്പം നിർത്താൻ കഴിയൂല. ഒന്നിന് ശ്രദ്ധിക്കുമ്പം രണ്ടാമത്തെ കേൾക്കാൻ കഴിയൂല. രണ്ടാമത്തെ ശ്രദ്ധിച്ച ആദ്യത്തെ ഓർമ്മ വിട്ടു പോവുകയും ചെയ്യും. അപ്പോ ആദ്യത്തെ ചോദ്യം എന്തേനി? ആളുകൾ മൈക്ക് കിട്ടാൻ പ്രയാസമായിട്ടാണ് ആളുകൾ ഒന്നായിട്ട് ചോദിക്കുന്നതെന്ന് അറിയാം. പറഞ്ഞിട്ട് തരില്ല. അതിന്റെ ഇടക്ക് ഇപ്പൊ ഇവിടെ ഞാനിവിടെ എഴുതിയെടുക്കണില്ലത് ചോദ്യം ഓർമ്മ വിട്ടുപോകുക. സ്ഥലം മാറി. അത്തയ്യാത്തിന്റെ സമയത്ത് ഫാത്തിഹ ഓതി അല്ലെങ്കിൽ നൃത്തത്തിൽ അത്തയ്യാത്ത് ഓതി തുടങ്ങിയ ഒരു നിശ്ചിത സ്ഥലത്ത് ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ട അത്തഹിയാത്ത് ഫാത്തിഹ പോലെയുള്ളത് മറ്റൊരു സ്ഥലത്ത് ചൊല്ലിയാൽ അത് മനഃപൂർവമാണെങ്കിലും അല്ലെങ്കിലും സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽ പെട്ടതാവുന്നു. നിസ്കാരം ബാത്തിലാവില്ലെങ്കിലും സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽ പെട്ടതാ. ഉദാഹരണം, അത്തഹിയാത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരാള് ഫാത്തിഹ ഓതിപ്പോയി.
അല്ലെങ്കിൽ അത്തഹിയാത്തിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ നൃത്തത്തിൽ അത്തഹിയാത്ത് ഓതിപ്പോയി, അല്ലെങ്കിൽ സുജൂദിൽ വെച്ചിട്ട് ഖുനൂത്ത് ഓതിപ്പോയി, ഇങ്ങനെയുള്ളത് കൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാവൂല. പക്ഷേ അതുകൊണ്ടൊക്കെ സഹ്വിന്റെ സുജൂദ് സുന്നത്താക്കപ്പെടും, അതിൽപ്പെട്ടതാണ്. അപ്പൊ നൃത്തത്തിൽ അത്തഹിയാത്ത് ഓതിയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്, ഇരുത്തത്തിൽ ഫാത്തിഹ ഓതിയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. പക്ഷെ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. ഓക്കെ, പിന്നെന്താ പറഞ്ഞ്? കുന്തിരിക്കോ, സുഗന്ധ വസ്തുക്കളിൽപ്പെട്ട ഒരു വിധത്തിലുള്ള ചെറുപ്രാണികൾ തുടങ്ങിയ ശല്യക്കാരിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നതും സുഗന്ധ വസ്തുക്കളിൽപ്പെട്ടതുമാണ്. സുഗന്ധം പൊതുവേ സുന്നത്താണ്. അത്രയും ഹദീസുകളിൽ നിന്നിട്ട് കിട്ടും. പക്ഷെ കുന്തിരിക്കം കൊണ്ട് പിശാചിനെ അകറ്റാൻ പറ്റുമോ എന്നത് പ്രത്യേകമായി ഞാൻ എൻ്റെ ഹദീസുകളിലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ചികിത്സയുമായി ബന്ധപ്പെട്ട ചില ആലിമീങ്ങൾ അതുകൊണ്ട് കുറെ ഫായിദ പറയുന്ന കൂട്ടത്തിൽ കുന്തിരിക്കം പുകയുന്നിടത്ത് പിശാചിന് അസ്വസ്ഥത ഉണ്ടാവുമെന്നും അവരെ അകറ്റാൻ സഹായിക്കുമെന്നും ഒക്കെ പറയുന്നത് കേൾക്കാം. അത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് എനിക്കറിയില്ല. ചികിത്സയുമായി ബന്ധപ്പെട്ട ഉലമാക്കൾ അങ്ങനെ പറയാറുണ്ട്. എന്നാൽ കുന്തിരിക്കം എന്ന് പറയുന്നത് സുഗന്ധ വസ്തുക്കളിൽപ്പെട്ടതാണ്. സുഗന്ധ വസ്തു ഉപയോഗിക്കുക എന്നത് നല്ലതാണ്, സുന്നത്തായി കൽപ്പിക്കപ്പെട്ട സുഗന്ധങ്ങളിൽ പെടും. അതിന്റെ പുറമെ കുന്തിരിക്കം പുകയുന്നിടത്ത് ഒരു വിധത്തിലുള്ള രോഗാണുക്കള് മറ്റ് ഈ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ചെറു പ്രാണികൾ പോലത്തേനെ അകറ്റാൻ സഹായിക്കും. ആ നിലക്ക് അത് നല്ലതാണ്. മറ്റേത് നമ്മളെ കാഴ്ചയിൽ പെട്ടിട്ടില്ല. എന്നാൽ മഹാന്മാരായ ചികിത്സ ചെയ്യുന്ന ഉലമാക്കള് അത് ശൈത്താനെ അകറ്റാൻ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അവരുടെ അടുക്കൽ അറിവുണ്ടാവും, എനിക്കറിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ABS എടുക്കാത്തോണ്ടാണ് മൈക്ക് എടുത്തത്. കേൾക്കുന്നുണ്ടാവുമായിരിക്കുന്നു. ഉസ്താദ് പറഞ്ഞല്ലോ പിന്നെ സുജൂദില് കാലില് മുട്ടുമല് പിന്നെ അല്ലാത്തടത്ത് പിന്നെ മറിഞ്ഞു കഴിഞ്ഞാൽ കറാഹത്ത് വരുന്നു. അപ്പൊ നമ്മൾ സോക്സ് ഇട്ട് നിസ്കരിക്കുമ്പോൾ കാലിന്റെ പിന്നെ വിരലുകളുടെ വെള്ള ശരിക്ക് നിലത്തല്ലല്ലോ തട്ടുന്നത്, സോക്സിന്റെ മുകളിലാണ്. അപ്പൊ അവിടെ ഒരു മറവ് വരില്ലേ, അതിൽ എന്തായാലും സംഭവിക്കാമെന്ന് പറയുന്നു. നമ്മൾ ഇപ്പോൾ ഓഫീസിലൊക്കെ ആകുമ്പോൾ ജോലിയിൽ നിന്ന് പോയിട്ട് നിസ്കരിക്കുമ്പോൾ അവളോടുകൂടി നിസ്കരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. മനഃപൂർവ്വം ചെയ്താലും അല്ലെങ്കിലും ചെയ്താലും എന്താണ് സംഭവിക്കാമെന്ന് പറയുന്നു. അതിന്റെ വിധി എന്ന് പറഞ്ഞു നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദറുള്ള സാഹചര്യത്തിൽ മറയുണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉദറില്ലാതെയാണെങ്കിൽ കൈ, കാൽ എന്നിവ, കാൽ വിരലുകൾ, കൈ എന്നിവ മറയില്ലാതിരിക്കൽ സുന്നത്താണ്. മറയോട് കൂടി സുജൂദ് ചെയ്താൽ സുജൂദ് സഹിയാവും, നിസ്കാരത്തിന് കുഴപ്പമില്ല, ഒരു സുന്നത്ത് നഷ്ടപ്പെടും. എന്നാൽ ഉദറുണ്ടെങ്കിൽ മറയോടുകൂടി സുജൂദ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നെറ്റി ഉൾപ്പെടെയും തന്നെ ഉദറുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഉദറില്ലാതെയാണെങ്കിൽ മറയില്ലാതെ കാലിന്റെ വിരലുകളുടെ പള്ള, കൈവെള്ള എന്നിവ മറയില്ലാതെ വെക്കലാണ് സുന്നത്ത്. ആ സുന്നത്ത് നഷ്ടപ്പെടും ഉദറില്ലാതെയാവുമ്പോൾ. നമസ്കാരത്തില് ഫാത്തിഹ ഓതുമ്പോൾ ഇമാം ആമീൻ കേട്ടിട്ട് ഫാത്തിഹ അസ്സലാമു അലൈക്കും. പിന്നെ ബൈക്ക് ചാടിയുണ്ടായ ഡ്യൂട്ടിട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ചോദിക്കുള്ളത്, ദുആ ചെയ്യുമ്പോൾ ഹംദും സലാത്തും ആദ്യത്തിലും അവസാനത്തിലും വേണമെന്നുള്ളത് ഷർത്താണോ അതെ സുന്നത്ത് മാത്രമാണോ എന്ന് ഉസ്താദ് വിശദീകരിക്കണം. മൈക്ക് റിലീസ്. ദുആ ചെയ്യുമ്പോൾ ആദ്യത്തിൽ ഹംദും സ്വലാത്തും ചൊല്ലലും അവസാനത്തിൽ ഹംദും സ്വലാത്തും ആമീനും പറയലും സുന്നത്താണ്, ഷർത്തല്ല. സുന്നത്താണ്. പക്ഷെ ദുആക്ക് ഉത്തരം കിട്ടാൻ വളരെ സഹായകമാണ്. അതുകൊണ്ട് അത് മുഅക്കദായ സുന്നത്താണ്. ഒരാള് ദുആയിൽ
പ്രത്യേകമായി സ്വലാത്ത്, ഹംദ് എന്നിവ കൊണ്ട് തുടങ്ങാതിരിക്കുകയോ ഹംദ്, സ്വലാത്ത്, ആമീൻ എന്നിവ കൊണ്ട് അവസാനിപ്പിക്കാതിരിക്കുകയോ ചെയ്താൽ അതുകൊണ്ട് ദുആ ബാത്തിലാവുകയോ അതിന്റെ പേരിൽ മാത്രം തള്ളപ്പെടുകയോ ചെയ്യില്ല. പക്ഷേ ദുആന്റെ അദബുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അത് പാലിച്ചാൽ സുന്നത്തിന്റെ കൂലി കിട്ടുന്നതിന്റെ പുറമെ ദുആക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സഹായകമാണ്. ഓക്കെ. അസ്സലാമലൈക്കും. ചെറിയ ജോലി ഉസ്താദെ. ഓക്കെ, ശരിയാക്കി ഒക്കെ അറിഞ്ഞിട്ട ഈ സുജൂദ് ചെയ്യുമ്പോഴുള്ള അവയവങ്ങള് അത് ഒറ്റയടിക്ക് തന്നെ വെക്കണം. അങ്ങനെ പിന്നെ സാധാരണ ചില ആൾക്കാർ വെക്കുന്ന 2 മുട്ടും വെക്കാറുണ്ട്, ഒന്നായിട്ട് വെക്കുന്നുണ്ട്, ചിലപ്പോൾ 2 കൈ വെക്കുന്നുണ്ട്. പക്ഷെ ഈ വെക്കലൊക്കെ ഒറ്റയടിക്ക് തന്നെ ആവണം എല്ലാ അവയവങ്ങളും. അങ്ങനെയുണ്ടോ? ചിലപ്പോൾ രോഗം കൊണ്ടോ ഒറ്റയടിക്ക് വെക്കാൻ പറ്റാതെ ആകും. അങ്ങനെ വെക്കുന്നുള്ള കറാത്തോ സുന്നത്തോ ഉണ്ട് എന്നറിയാനാണ് മൈക്കോട്ട്. അസ്സലാമു അലൈക്കും. എന്താണ് ഈ സൂര്യന്റെ ഓരോ സംശയം? ഉള്ളോന് ബൈക്കും പോലെ വെച്ചാ മതി. രോഗം കൊണ്ടോ മറ്റ് അസൗകര്യം കൊണ്ടോ 2 കൈകൾ ഒന്നിച്ചു വെക്കാൻ അല്ലെങ്കിൽ 2 കാൽമുട്ടുകൾ ഒന്നിച്ചു വെക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഓൻ പറ്റും പോലെ വെച്ചാ മതി. അതിലിപ്പോ ആർക്കും തർക്കമില്ലല്ലോ. ഇല്ലാത്തവൻ 2 കൈകൾ ഒന്നിച്ച് 2 കൽമുട്ടുകൾ ഒന്നിച്ച് 2 കാലിന്റെ വിരലുകളുടെ പള്ള ഒന്നിച്ച് നെറ്റിയും മൂക്കും ഒന്നിച്ച് ഇങ്ങനെ വെക്കണം. അതിനാ പറഞ്ഞ തർത്തീബും പാലിക്കണം. അത് സുന്നത്താണ്. ഇല്ലാതെ തർത്തീബിന് മാറ്റം വരുത്തിയാൽ സുന്നത്ത് നഷ്ടപ്പെടും, സുജൂദ് സഹിയാവും. സുജൂദിൽ ഇപ്പൊ ഈ 7 അവയവം വെക്കണമെന്നേ വുജൂബുള്ളൂ. തർത്തീബ് പാലിക്കൽ സുന്നത്താണ്. അസ്സലാമലൈക്കും. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുഖം ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത്? അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മള് ഖിബിലയിലേക്ക് തിരിഞ്ഞ് വലത് ഭാഗം കൊള്ള ചെരിഞ്ഞ് കിടക്കലാണ് ഏറ്റവും നല്ല സുന്നത്ത്. ഖിബിലയിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് ശരീരത്തിന്റെ വലത് ഭാഗം വെച്ച് ചെരിഞ്ഞു കിടക്കലാണ് ഏറ്റവും നല്ല സുന്നത്ത്. അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ ഇടത് ഭാഗം വെച്ച് ഖിബിലയിലേക്ക് മുഖം തിരിച്ച് കിടക്കലാണ് സുന്നത്ത് 2. അതിന് 2നും പറ്റൂലെങ്കിൽ ഖിബിലയുടെ നേരെ 2 കാലിന്റെ ഉള്ളംകാലും വരുന്ന നിലക്ക് ഖിബിലയുടെ എതിർ ദിശയിൽ തല വെച്ചിട്ട് തലയുടെ താഴെ തലയണി വെച്ച് മലർന്നു കിടക്കുക. ഈ രീതിയാണ് സുന്നത്തായ രീതി. പക്ഷേ സ്ത്രീകൾക്ക് മലർന്നു കിടക്കൽ സുന്നത്തില്ല. തന്നെയുമല്ല, പ്രത്യേകം എതിറില്ലാത്ത സാഹചര്യത്തിൽ മലർന്നു കിടക്കൽ സ്ത്രീകൾക്ക് കറാഹത്താവുന്നു. കമിഴ്ന്നു കിടക്കൽ പ്രത്യേകം എതിറില്ലാത്ത സാഹചര്യത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 കൂട്ടർക്കും കറാഹത്താവുന്നു. അപ്പൊ പുരുഷന് 3 രീതിയിലും സ്ത്രീ 2 രീതിയിലും കിടക്കലാവുന്നു സുന്നത്ത്. മനസ്സിലായല്ലോ? സ്ത്രീകൾ പുരുഷന്മാരും 2ഉം ശരീരത്തിന്റെ വലതു ഭാഗം ചെരിഞ്ഞു കടന്ന് മുഖവും ശരീരത്തിന്റെ മുൻഭാഗവും ഖിബില കൊള്ളെ ചെരിഞ്ഞു കിടക്കുക. അതിന് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ശരീരത്തിന്റെ ഇടത് ഭാഗത്ത് ചെരിഞ്ഞു കിടക്കുക, മുഖവും ശരീരത്തിന്റെ മുൻഭാഗവും ഖിബിലയിലാക്കുക. ഈ 2 രീതിയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സുന്നത്താണ്. ഇനി അതിന് പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഖിബില കൊള്ള 2 ഉള്ളംകാലും ഖിബിലയുടെ എതിർഭാഗത്തേക്ക് തലയും വെച്ചിട്ട് തലക്ക് അടിയിൽ തലയണി വെച്ച് മുഖം ഖിബിലയിലേക്ക് കിട്ടുന്ന രീതിയിൽ കിടക്കുക. എന്നാൽ പ്രത്യേകം എതിറില്ലാത്ത സാഹചര്യത്തിൽ മലർന്നു കിടക്കൽ സ്ത്രീകളെ സംബന്ധിച്ച് കറാഹത്താണ്. കമിഴ്ന്നു കിടക്കൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2ഉം കറാഹത്താണ്. ഓക്കെ. ഷമീമിനെ കാണാണ്ട് സമയമാവുമ്പോ ഷമീമെ കൈപോക്കിക്കോ, നമ്മൾ നിർത്തിത്തരാം. സമയം ലൈവ് ഉണ്ട്,
കാര്യമായ ലൈവാണ്. എ പി ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ്. അപ്പൊ അത് ലൈവ് തുടങ്ങാന് അവിടെ ക്യാമ് കാണുന്നുണ്ട്. ലൈവ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഷമീമ് മൈക്ക് എടുക്കുക, ഇല്ലെങ്കിലോ സമയമാവുമ്പം ഉടനെ കൈപൊക്കുക, മൈക്ക് എടുക്കുക. അതുവരെയുള്ള ചോദ്യോത്തരേ നടക്കുള്ളൂ. ഓക്കെ, ഷമീമ് കേൾക്കുന്നുണ്ടെങ്കിൽ സമയമായില്ലെങ്കിൽ മൈക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ആകുന്ന സമയത്ത് കൈപൊക്കുക, അപ്പോൾ മൈക്ക് എടുക്കാം. ഉസ്താദെ, പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മൈക്ക് ഉസ്താദെ ഇന്ന് ഉസ്താദിന് സൗകര്യം പോലെ നീങ്ങാൻ, അല്ലെങ്കിൽ നാളെ ആയാലും കുഴപ്പമില്ല, വിഷയം സൂചിപ്പിക്കാന്ന് മാത്രം. വാളക്കുളം ഇസ്മായിൽ മുസ്ലിയാർ 1, രണ്ടാമത് അരീക്കോട് മജ്മഅത്തെ അബ്ദുള്ള ഉസ്താദ്. ഇങ്ങനെ 2 പേരുടെ വഫാത്ത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. ഇന്ന് 7 അപ്പൊ ഇന്ന് ദുആ ചെയ്യാൻ 6 ഖത്തം നമ്മളെ സുന്നി ഗ്ലോബൽ വോയിസ് റൂമിൽ എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് സൗകര്യം പോലെ എന്തെന്നെ വേണം, നിർബന്ധിക്കണില്ല. അത് ഉസ്താദിന്റെ സൗകര്യമാണ്. ഈ 2 ഉസ്താദ്മാർക്ക് വേണ്ടിയുള്ള ഖത്തം ദുആണ് ഉള്ളത്. 6 ഖത്തമുണ്ട്. അത് ഉസ്താദ് സൗകര്യം പോലെ ദുആ ചെയ്യാം. ഇന്ന് സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യകർത്താവ് മൈക്കിലേക്ക് വന്നോളൂ. അതെ, നെറ്റിയില് മറയില്ലാതെ തലയെക്കെട്ട് പോലെ തലയുടെ തട്ടമെന്ന് പറഞ്ഞാലും പ്രശ്നമല്ലേ? ഇവിടെയൊക്കെ ചില ഇമാമികളടക്കം ഈ തലയെ തട്ടം നെറ്റി മറിച്ചിട്ടിട്ടായിട്ട് കാണാൻ തൊപ്പിയൊക്കെ. അത് എങ്ങനെയുണ്ട്, അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചാൽ പറ്റില്ല. ഇന്നത്തെ ദർസിന്റെ ക്ലാസ് ഒന്ന് വെറുതെ കേട്ടാൽ മതി. എന്നാ അതിന്റെ വിശദീകരണം ഒക്കെ അവിടെ പറഞ്ഞു, ഇനി രണ്ടാമത് ആവർത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, ഉസ്താദെ, നേരത്തെ പറഞ്ഞ തന്നെ ഫാത്തിഹന്റെ സ്ഥലത്തിൽ അത്തഹിയാത്ത് ഒരുത്തൻ ഓതിനു ശേഷം അത്തഹിയാത്തിന്റെ സ്ഥലത്താണ് ഓർമ്മാകുന്നത് ഞാൻ ഫാത്തിഹന്റെ സ്ഥലത്തിൽ അത്തഹിയാത്ത് ഓതിരിക്കുന്നു. എന്നാൽ റക്കാത്ത് കൊണ്ടുവരണോ ഇല്ലെന്നും ചുരുക്കം ഒന്ന് പറഞ്ഞു ഉസ്താദ്. ഫാത്തിഹന്റെ സ്ഥലത്ത് അത്തഹിയാത്ത് കൊണ്ടുവന്നെങ്കിൽ ഫാത്തിഹ ഓതിയിട്ടില്ലേ? ഫാത്തിഹ ഓതിയാണ്, പക്ഷെ ആ സ്ഥാനത്ത് അത്തഹിയാത്തും കൂടി ഓതിയെന്നാണോ, അതോ ഫാത്തിഹ തീരെ ഓതിയിട്ടില്ല എന്നാണോ? ഫാത്തിഹ തീരെ ഓതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അടുത്ത റക്കയത്തിൽ എത്തുന്നത് വരെ ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് ഉറപ്പ് വന്നാൽ ആ ഒരു റക്കയത്ത് തന്നെ നഷ്ടപ്പെടും. അടുത്ത റക്കയത്തിലെ ഫാത്തിഹ ഓതുന്നതോട് കൂടി മാത്രമേ അവന്റെ ഇത് കൂട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്കുള്ളതൊക്കെ നഷ്ടപ്പെടും. ഒരു റക്കയത്ത് നിസ്കരിക്കും വേണം, സഹ്വിന്റെ സുജൂദ് ചെയ്യും വേണം. അതേ സമയത്ത് ഫാത്തിഹന്റെ സ്ഥാനത്ത് അത്തഹിയാത്ത് ഓതിയണെങ്കിലും നൃത്തത്തിൽ ഫാത്തിഹ ഓതിയാണ്, എന്നാൽ സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതി, റക്കയത്തിന് കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ ചോദിക്കാൻ വഴുകുമ്പോഴാണ് ഞാൻ മൈക്ക് എടുക്കുന്നത്. എനിക്കിപ്പോൾ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. ചോദ്യങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കാൻ നമ്മളടുത്ത്. അപ്പോൾ ഈ എടുക്കുന്ന ആൾക്കാർ ചോദിക്കുക എന്നാല് പിന്നെ നമ്മൾ പെട്ടെന്ന് മൈക്ക് ചാടും, കാരണം കിട്ടുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട്. അവസ്ഥ ഇവിടെ ഇപ്പോൾ ഒരു ചോദ്യം വന്നത്, ഉംറ തുണിയുടെ മേൽ സുജൂദ് ചെയ്യാമോ? അങ്ങനെ ചെയ്താൽ നിസ്കാരം സഹിയാകുമോ? ദേവസ്യത്തോടെ മൈക്ക് വിട്ടു. അതാണ് ചോദ്യം. ഏത് തുണിയാണെങ്കിലും അവനാന്റെ അനക്കം കൊണ്ട് അനങ്ങുന്ന വസ്തുവിന്റെ മേൽ സുജൂദ് ചെയ്താൽ സയ്യാവൂല, സുജൂദ് സയ്യാവൂല. അത് തുണി ചുറ്റിപ്പൊതിച്ചതിന്റെ ഒരു തലക്കലാണെങ്കിലും അല്ലാത്തതാണെങ്കിലും നമ്മൾ റുക്കുവക്ക് പോകുമ്പോഴും സുജൂദക്ക് പോകുമ്പോഴും നൃത്തത്തിക്ക് വരുമ്പോഴും ഒക്കെ ഇളകുന്ന തരത്തിൽ നമ്മൾ ധരിച്ച വസ്ത്രത്തിന്റെ ഒരു തലയിലാണ് സുജൂദ് ചെയ്യുന്നതെങ്കിൽ സുജൂദ് സയ്യാവൂല. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്താൽ നിസ്കാരം തന്നെ ബാത്തിലാവുകയും ചെയ്യും എന്ന് നേരത്തെ പറഞ്ഞു. അസ്സലാമു അലൈക്കും. ഉസ്താദ്, സലാം പറയുന്നതിന്റെ മര്യാദ സലാം കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. അതേസമയം ചില ആളുകൾ പ്രസംഗിക്കുമ്പോഴൊക്കെ പിന്നെ ഹംദും സലാത്തും പിന്നെ രാമുവൊക്കെ കഴിഞ്ഞിട്ടാണ് സലാം പറയല്.
ഇങ്ങനെ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ സലാം പറഞ്ഞ സുന്നത്തിന്റെ കൂലി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. അസ്ല് സുന്നത്ത് കിട്ടും. പക്ഷെ സുന്നത്തിന്റെ പൂർണ്ണമായ രൂപം ആദ്യം സലാം പറയലാണ്. എന്നാൽ സലാം പറയുന്നതിന് മുമ്പ് ബിസ്മി, ഹംദ്, സ്വലാത്ത്, സ്വലാം പോലെയുള്ള ദിക്റുകളൊക്കെ സുന്നത്തായ ദിക്റുകൾ കഴിഞ്ഞ് മനുഷ്യരോടുള്ള സംബോധന തുടങ്ങുന്നതിന് മുമ്പ് സലാം പറഞ്ഞാൽ സുന്നത്ത് കിട്ടും. അതേ സമയത്ത് മനുഷ്യരോടുള്ള സംബോധന തുടങ്ങിയതിനു ശേഷം പിന്നെ പറയുന്ന സലാം കൊണ്ട് അത് അസ്ഥാനത്താണ് എന്നാണ്. അതായത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മഹാന്മാരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ശ്രോതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും, അത് സുന്നത്തിന്റെ മാറ്റാണ്. അതേ സമയത്ത് ഒരാൾ നേരെ സലാം പറഞ്ഞ് തുടങ്ങാണ് വേണ്ടത്. പക്ഷെ ആ സ്ഥാനത്ത് ഒരാൾ എന്താക്കി ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും ഷഹാദത്തും ചൊല്ലിയതിനു ശേഷം സലാം പറഞ്ഞിട്ട് സംസാരം തുടങ്ങിയാലും സുന്നത്ത് കിട്ടും. ജനങ്ങളോടുള്ള സംബോധന ചെയ്തതിന് ശേഷം സലാം പറയുമ്പോൾ അതിന്റെ പൂർണ്ണമായ സുന്നത്ത് ലഭിക്കാതെ പോകും. ഇനി അത്ര പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നും ഇല്ലെന്നാ തോന്നുന്നു. ഇനി മതിയാക്കുക. ദുആ ഇൻഷാ അല്ലാഹ് നാളെ ചെയ്യാം. കാരണം ലൈവ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ സ്വാഗതവും അതിന്റെ ആമുഖങ്ങളും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരാൾ ഇങ്ങനെ കൈപോക്കി കാണാണ്ട് അദ്ദേഹം ആണെങ്കിൽ ഒന്ന് ലാസ്റ്റ് മൈക്ക് കൊടുത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷമീമിന് ലൈവിന് വിട്ടുകൊടുക്കാം. ഓക്കെ. കൈപോക്കി നിൽക്കണുള്ളൂ, മൈക്ക് എടുക്കണില്ല. അതുകൊണ്ട് തൽക്കാലം ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന ലൈവിന് വേണ്ടിയിട്ട് മൈക്ക് കൈമാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും അവന് പൊരുത്തപ്പെട്ട അമലായി കബൂലാക്കുമാറാകട്ടെ. വല്ല തെറ്റുകുറ്റങ്ങള് വീഴ്ചകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഹൈറായ കാര്യങ്ങൾ ചെയ്യാനും അല്ലാഹു തആല സ്വാലിഹീങ്ങളോടൊത്ത് ഒരുമിച്ച് കൂടാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിബത്ത് നന്നായി പരലോകം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി റബ്ബിന്റെ ലിഖാ കാണാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല ഇതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് ഖത്മ ദുആ നമുക്ക് നാളെ നടത്താം എന്നുണർത്തി തൽക്കാലം ഷമീമിന് മൈക്ക് കൈമാറുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.